So we have to prove this. So here you can see this angle, അതായത് ഇ ബി എ എന്ന് പറയുന്നത് തീറ്റയാണ്. അതേപോലെ എഫ് എ ഒയും തീറ്റ ആയിരിക്കും. കാരണം എ ഡി എന്ന ലൈനും ഈ പറഞ്ഞ ഇ സി എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചാൽ അത് രണ്ടും പാരലാണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. അപ്പോൾ അത് സെയിം ആയിരിക്കും. സോ ഇവിടെ പറയുന്നത് ഒ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് എ ഡി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഒ എ എഫും അതുപോലെ തന്നെ മറ്റൊന്ന് എ ബി ഇയും. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ ഞാൻ ട്രയാങ്കിളിൻ്റെ പേര് പറയുമ്പോൾ നോക്കുക. സോ അതിനകത്ത് ട്രയാങ്കിൾ ഒ എ എഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എ എഫ് ഒ എ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. ബിക്കോസ് ഒ എഫ് എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ലൈനാണ്. ഈ എ ബി എന്ന് പറയുന്ന ലൈനിലോട്ട് വരച്ചിട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് ഒ എഫ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അപ്പോൾ അതിനകത്ത് സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ഒ എഫ് എ 90 ആണ്. അതുപോലെ എഫ് എ ഒ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ഒ എഫ് ബൈ ഒ എ. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഇ ബി എടുക്കുകയാണെങ്കിൽ അതിനകത്തും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ തീറ്റ എടുക്കാം. എ ഇ ബൈ എ ബി ആണ് അവിടെ സൈൻ തീറ്റ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇ എന്ന് പറയുന്നത് എന്താണ്, എ ഇ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. നിങ്ങൾക്ക് ഫിഗറിന് മനസ്സിലാവും. എ ഇ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. എ ബി എന്ന് പറയുന്നത് എന്താണ്, എ ബി എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് സൈഡാണ്. നമ്മൾ നേരത്തെ ഫിഗറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. റൂട്ട് ഓഫ് ഡി സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഡി സ്ക്വയർ ആണ്. അതായത് മറ്റ് രണ്ട് സൈഡിൻ്റെയും സ്ക്വയറിൻ്റെ റൂട്ട് സം ഓഫ് ദ സ്ക്വയേഴ്സിൻ്റെ റൂട്ടാണ്. ഓക്കെ, സോ റൂട്ട് ഓഫ് ഡി സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഡി സ്ക്വയർ ആണ്. ഓക്കെ, സോ അത് നമുക്ക് എന്ത് കിട്ടി, ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡി സ്ക്വയർ ഉണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഡി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എൻ സ്ക്വയർ വരും. ഇനി അത് റൂട്ടിനെ പുറത്തോട്ട് എടുക്കുമ്പോൾ ഡി റൂട്ട് 1 പ്ലസ് എൻ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഡിയും ഡിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, സോ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഒ എഫ് ഈസ് ഈക്വൽ ടു ഒ എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. ഈ ഒരു കണ്ടീഷൻ ഒ എഫ് ഈസ് ഈക്വൽ ടു ഒ എ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഇതിൽ സൈൻ തീറ്റയ്ക്ക് ഈ ഒരു വാല്യൂ കൊടുക്കാം, 1 ബൈ 1 പ്ലസ് എൻ സ്ക്വയർ. സോ അപ്പോൾ എന്ത് കിട്ടും, ഒ എഫ് ഈസ് ഈക്വൽ ടു ഒ എ അല്ലെങ്കിൽ എ ഒ ഇൻറ്റു എന്താണ് സൈൻ തീറ്റേൻ്റെ വാല്യൂ 1 ബൈ 1 പ്ലസ് എൻ സ്ക്വയർ. സോ എ ഒ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ടോപ്പ് വിഡ്ത്ത് ആണ് അല്ലേ. അതായത് ഒ എന്ന് പറയുന്ന ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എ ഒ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ടോപ്പ് വിഡ്ത്ത് ആണ്. അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. ഹാഫ് ഓഫ് ദ ടോപ്പ് വിഡ്ത്ത് എന്താണ്, ബി പ്ലസ് 2ND ഡിവൈഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1 ആണെന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കണ്ടീഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ഡി റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1 ഒരു സ്ലോപ്പിംഗ് സൈഡാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ എ ഒ എന്ന് പറയുന്നത് എന്താണ്, ഈ ഇക്വേഷനകത്ത് ഒ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡി റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, എ ഒക്കെ നമ്മൾ ഡി റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1. അതായത് ഇവിടെയുള്ള 1 പ്ലസ് എൻ സ്ക്വയർ ആണത്. ഓക്കെ, അതായത് എ ഒ ഡിവൈഡ് ബൈ റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1 ആണ്. അതിൽ എ ഒക്കെ നമ്മൾ ഡി റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1 കൊടുത്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒ എഫ് ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒ എഫ് ഈസ് ഈക്വൽ ടു ഡി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഈ സെൻറ്റർ ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്ററിൽ നിന്നും വരച്ച പെർപെൻഡിക്കുലർ ആണെന്ത് ഒ എഫ് അല്ലേ, അത് ഡി ആണ്. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. ദാറ്റ് മീൻസ് ഒ ജി ആണ് ഇവിടുത്തെ ഡെപ്ത് ഓഫ് ഫ്ലോ. ദാറ്റ് ഈസ് ഒ ജി ഈസ് ഈക്വൽ ടു ഒ എഫ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടുന്ന് താഴോട്ട് വരക്കുന്ന, അതായത് ഈ ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോഴും അതേപോലെ തന്നെ ഇവിടെ സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്, ഡെപ്ത് ഓഫ് ഫ്ലോക്ക് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് വാട്ട്, ഒരു സെമി സർക്കിള് അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത പോലെയാണ്. അതിന് ടാൻജൻ്റ് ആയിട്ടാണ് എന്ത് വരിക, എ ബിയും ബി സിയും സി ഡിയും വരിക. ഓക്കെ, അതായത് ഒ എഫ് ഈസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒ ജി ആണ് ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ ആയിട്ട് വരിക, പെർപെൻഡിക്കുലർ ആയിട്ട് താഴെയുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ എഫ്. അതേപോലെ തന്നെ ഈ സി ഡി എന്ന് പറഞ്ഞ സ്ലോപ്പിംഗ് സൈഡിന് പെർപെൻഡിക്കുലർ വരച്ചാലും അങ്ങനെ തന്നെ വരും. അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടെ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് 3 കണ്ടീഷൻസ് ആണെന്ത്, ഒരു ട്രപ്പിസോയിഡൽ സെക്ഷൻ മോസ്റ്റ് എക്കണോമിക്കൽ ആവാനുള്ള 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് എന്ന് പറയുന്നത് ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി എന്തായിരിക്കും, ഒരു സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആയിരിക്കും. അതായത് ചാനലിൻ്റെ
ടോപ്പ് വിഡ്ത്ത് ഫ്ലോ ഫീൽഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ലോപ്പിംഗ് സൈഡിന്, 2 സ്ലോപ്പിംഗ് സൈഡ് ഉണ്ട് ട്രപ്പിസോയിഡൽ ചാനലിന്, സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആയിരിക്കും. അതാണ് b+2nd/2 = d√n² + 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ, ദാറ്റ് ഈസ് d/2. അതുപോലെ തന്നെ എന്താണ്, എ സെമി സർക്കിൾ ഡ്രോൺ ഫ്രം O വിത്ത് ദ റേഡിയസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ, അതായത് സെൻറ്റർ ഓഫ് ദ ടോപ്പ് വിഡ്ത്ത് നിന്ന്, അതായത് സെൻറ്റർ O, റേഡിയസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടച്ച് ദ 3 സൈഡ്സ് ഓഫ് ദ ചാനൽ. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അത് നമ്മൾ പ്രൂവ് ചെയ്തു. സോ കണ്ടീഷൻസ് ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഇൻ ട്രപ്പിസോയിഡൽ ചാനൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യുന്നത് വരെ നിങ്ങൾ എഴുതണം. ഓക്കെ, എക്സാമിന്. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടീഷൻസ് ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഇൻ റെക്റ്റാങ്കുലർ ചാനലും പഠിച്ചു. ഓക്കെ, ഇതേപോലെ ഇനി നമുക്ക് സർക്കുലാറിൻ്റെ കേസ് കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം നോക്കാം. 1, 2, 3 പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഒന്നുകിൽ ഡിസ്ചാർജ് കാണാൻ പറയും, അല്ലെങ്കിൽ ഡയമെൻഷൻസ് കാണാൻ പറയും, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ കാണാൻ പറയും. ഇതിലേതെങ്കിലും ഒന്ന്, ബാക്കിയെല്ലാം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അൺനോൺ ആയ കാര്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ 16.16 നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഏരിയ ഓഫ് സെക്ഷൻ 40 m² തന്നിട്ടുണ്ട്. അതുപോലെ സൈഡ് സ്ലോപ്പ് 1 ഹൊറിസോണ്ടൽ ടു 2 വെർട്ടിക്കൽ തന്നിട്ടുണ്ട് അല്ലേ. 1 ഹൊറിസോണ്ടൽ ടു 2 വെർട്ടിക്കൽ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സ്ലോപ്പ് ഓഫ് ബെഡ് തന്നിട്ടുണ്ട് 1,500. അതായത് സ്ലോപ്പ് ഓഫ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചാനൽ സെക്ഷൻ്റെ ബെഡിൻ്റെ സ്ലോപ്പ്, ഈ ബോട്ടം ബെഡിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഡയറക്ഷനിലാണ് ചാനൽ ഉള്ളത്, അലൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ n ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ബൈ വെർട്ടിക്കൽ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് തന്നിട്ടുണ്ട്. സോ ആ എന്നിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതുപോലെ ബെഡ് സ്ലോപ്പ് I തന്നിട്ടുണ്ട്. സോ പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, ഏരിയ ഓഫ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ചെസിസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ, ട്രപ്പിസോയിഡൽ സെക്ഷൻ്റെ കണ്ടീഷൻ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. എന്താണ്, b+2nd/2 ഈസ് ഈക്വൽ ടു d√n² + 1. അതായത് ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി, ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, b+2nd ആണ്. ഓക്കെ, അതായത് b എന്ന് പറയുന്ന ബ്രെഡ്ത്തും 2 സൈഡിൽ nd, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും nd. ഓക്കെ, അതിൻ്റെ സമ്മ് അത് /2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം വിഡ്ത്തിൻ്റെ പകുതിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പിംഗ് സൈഡ് ഏതാണ്, ഈ ഒരു സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആണത് അല്ലേ, d√n² + 1. ഇതിൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട് 1/2 ആണ്. 1 ഹൊറിസോണ്ടൽ ടു 2 വെർട്ടിക്കൽ തന്നിട്ടുണ്ട് അല്ലേ. സോ 1/2 ആണ് എന്നിൻ്റെ വാല്യൂ. അത് നമ്മൾ ഈ ഒരു മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ഈ കണ്ടീഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് എന്നിന് ഹാഫ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും, b ഈസ് ഈക്വൽ ടു 1.236d എന്ന് കിട്ടും. ഇനി നമുക്ക് ഏരിയേൻ്റെ ഇക്വേഷൻ, ഏരിയ ഓഫ് ട്രപ്പിസോയിഡൽ സെക്ഷൻ എന്താണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നറിയാലോ, ബോട്ടം വിഡ്ത്ത് പ്ലസ് ടോപ്പ് വിഡ്ത്ത് /2 ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ. ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് b ആണ്, ടോപ്പ് വിഡ്ത്ത് എന്താണ് b+2nd ആണ്, /2 അതിൻ്റെ ആവറേജ് ഇൻറ്റു d ആണ്, ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് ഏരിയ. സോ അതിനകത്ത് ഇവിടെയും എന്തുണ്ട്, ഇതിന് നമുക്കൊന്ന് ഷോർട്ടായി കഴിഞ്ഞാൽ എന്ത് കിട്ടും, b+nd ഇൻറ്റു d എന്ന് കിട്ടും. b+nd ഇൻറ്റു d, അതെന്താണ്, ഇവിടെ b+b ഉണ്ടല്ലേ, 2b ആവും. 2b+2nd/2 എന്ന് പറയുന്നത് എന്തായി, b+nd ആയി ഇൻറ്റു d. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ബിക്ക് നമുക്ക് 1.236d കൊടുക്കാം. ബി എന്ന് പറയുന്നതിന് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 1.236d ആണ്. അത് ഇവിടെ ബിക്ക് കൊടുക്കുക. അതുപോലെ എന്നിൻ്റെ വാല്യൂ ഹാഫും കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഈസ് ഈക്വൽ ടു 1.736d² എന്ന് കിട്ടും. ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40. സോ 40 ഈസ് ഈക്വൽ ടു 1.736d. സോ വി വിൽ ഗെറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ ആസ് √40/1.736, ദാറ്റ് ഈസ് 4.8 മീറ്റർ. സോ ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ്ത്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 1.236 എന്താണ്, d ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.93 എന്ന് കിട്ടി. സോ ഇനി നമുക്ക് എന്താണ്, ഡിസ്ചാർജ് ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനും നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു.
ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്തായിരിക്കണം എന്നാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത്. 3 കണ്ടീഷനിൽ ഒരു രണ്ടാമത്തെ കണ്ടീഷനാണ് m ഈസ് ഈക്വൽ ടു d/2. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഷുഡ് ബി ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ ഡിവൈഡ് ബൈ 2. സോ ഡെപ്ത് ഓഫ് ഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4.8 ഡിവൈഡ് ബൈ 2 ചെയ്യുക, അപ്പോൾ 2.4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്ചാർജ് ആസ് പെർ ചെസീസ് ഇക്വേഷൻ, ചെസീസ് ഫോർമുല വെച്ചിട്ട് ചാനൽ സെക്ഷനിൽ നമ്മൾ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു AC റൂട്ട് MI എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഏരിയ നമുക്കറിയാം, C ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, M നമ്മൾ കണ്ടുപിടിച്ചു. ഈ M നമ്മൾ കണ്ടുപിടിക്കുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആകുമ്പോൾ m ഈസ് ഈക്വൽ ടു d/2 എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അല്ലാതെ m ഈസ് ഈക്വൽ ടു a/p എന്ന് എഴുതി അങ്ങനെ ചെയ്യാൻ ഓർക്കരുത്. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ട്രപ്പിസോയിഡൽ സെക്ഷന് 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, സോ നമുക്ക് ഡിസ്ചാർജ് 80 m³/s കിട്ടും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്, ഈ ക്വസ്റ്റ്യനകത്ത് ഡിറ്റർമൈൻ ദ ഒപ്റ്റിമം ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇറ്റ് ഈസ് ടു ക്യാരി വാട്ടർ ഓഫ് 0.5 m³/s. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതിയാണ് ഒരു സ്ലോപ്പിംഗ് സൈഡ് നമ്മൾ എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരത്തെ പോലെ തന്നെ 3/4 എന്ന് n തന്നിട്ടുണ്ട്. അതായത് 3 ഹൊറിസോണ്ടൽ ടു 4 വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 3/4 എന്നാണ് മീനിങ്. അതുപോലെ ബെഡ് സ്ലോപ്പ് 1/2000 തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ നമ്മൾ b ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ, ഇവിടെ നമുക്ക് b ഈസ് ഈക്വൽ ടു d എന്ന് കിട്ടും. അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എഴുതാം. അതിൽ m ഈസ് ഈക്വൽ ടു d/2 ആണെന്ന് നമുക്കറിയാം. സോ അത് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. സോ വി വിൽ ഗെറ്റ് ഏരിയ. ഓക്കെ, ഏരിയ ഇൻ ടേംസ് ഓഫ് d ആണ് കിട്ടുന്നത്. ഏരിയ ഇൻ ടേംസ് ഓഫ് d നമുക്ക് വേണം. ഇപ്പോൾ ഏരിയ ഇൻ ടേംസ് ഓഫ് d ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ അത് കൊടുക്കുക. ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ അത് കൊടുക്കുമ്പോൾ അതിനകത്ത് d മാത്രമായിരിക്കും അൺനോൺ. അപ്പോൾ നമുക്ക് d കണ്ടുപിടിക്കാൻ പറ്റും. ഡീൻ്റെ വാല്യൂ 0.55 എന്ന് കിട്ടും. സിമ്പിളാണ്. അതായത് ഇവിടെ ഒപ്റ്റിമം ഡയമെൻഷൻ ഓഫ് ദ ചാനൽ നമുക്ക് b ഈസ് ഈക്വൽ ടു d ഈസ് ഈക്വൽ ടു 0.55. ഇവിടെ നമ്മൾ b ഈസ് ഈക്വൽ ടു d ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, b ഈസ് ഈക്വൽ ടു d ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അത്രയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്. നമ്മളിവിടെ ഏരിയ കണ്ടുപിടിക്കുന്നു, ഏരിയ എഴുതുന്നു, ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്നു. ഏരിയ ഇൻ ടേംസ് ഓഫ് d ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നു, ഡിസ്ചാർജ് നമുക്കറിയാം. സോ നമുക്ക് എന്ത് കിട്ടും, d കിട്ടും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമെൻഷൻസ് ആണ്. ഒപ്റ്റിമം ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലാത്ത കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ കിട്ടും. അതിൽ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ 3 കണ്ടീഷൻസ് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഫസ്റ്റ് 2 കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ, m ഈസ് ഈക്വൽ ടു d/2, b + 2nd/2 ഈസ് ഈക്വൽ ടു d √n² + 1 എന്നുള്ള കണ്ടീഷനും ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ചെയ്യുക. ഇതിൽ എന്താണ് കനാലിൻ്റെ ലൈനിങ്ങിൻ്റെ ഏരിയ ഓഫ് ലൈനിങ് ഫോർ 1 മീറ്റർ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അതുമാത്രമേ ഇതിൽ എക്സ്ട്രാ വരുന്നുള്ളൂ. അതിനകത്ത് ഏരിയ ഓഫ് ലൈനിങ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആ ഒരു നമ്മൾ ഫൈനലി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വെറ്റഡ് പോർഷനിലാണ് നമ്മൾ ലൈനിങ് കൊടുക്കുന്നത് അല്ലേ. വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻറ്റു എത്ര ലെങ്ത് ആണോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ലൈനിങ് കിട്ടും. ഇവിടെ 1 മീറ്റർ ആയതുകൊണ്ട് ഇൻറ്റു 1 കൊണ്ട് വെറ്റഡ് പെരിമീറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ 16.18 എന്നുള്ളതും നോട്ടിലോട്ട് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ 16.17 എന്ന് പറയുന്ന പ്രോബ്ലം 16.16. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നോട്ടിലോട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഓൾ ആർ അബൌട്ട് ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷനും മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ കണ്ടീഷൻസും.